രാജ്യം ഇന്ന് 76ാം റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന പ്രാബല്യത്തിൽ വന്ന് ഒരു സമ്പൂർണ്ണ ഡെമോക്രാറ്റിക് രാജ്യമായി ഇന്ത്യ മാറിയ ദിവസമാണ് റിപ്പബ്ലിക് ദിനമായി നാമൊക്കെയും ആചരിച്ചു വരുന്നത്. 200 വർഷമുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തിനൊടുവിൽ 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. എന്നാൽ അന്ന് നമുക്ക് സ്വന്തമായിക്കൊണ്ട് ഭരണഘടന ഉണ്ടായിരുന്നില്ല. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് പരിഷ്കരിച്ചുകൊണ്ടാണ് അന്ന് ഇന്ത്യയിലെ ഭരണം നടന്നിരുന്നത്. സ്വാതന്ത്ര്യവും പരമാധികാരവും ജനങ്ങളിലേക്ക് എത്താൻ സ്വന്തമായി കൊണ്ട് ഭരണഘടന വേണമെന്ന് ഭരണകർത്താക്കൾക്ക് മനസ്സിലാവുകയും അതിനാൽ 1947 ഓഗസ്റ്റ് 29-ന് ഭരണഘടന തയ്യാറാക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. അന്ന് ഡോക്ടർ PR അംബേദ്കർ ആയിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുക എന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രധാന ചുമതല. 1949 നവംബർ 26-ന് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നവംബർ 26-ന് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അതിനുശേഷം 284 അംഗങ്ങളുള്ള ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26-ന് പ്രാബല്യത്തിൽ വന്നു. എന്നാൽ ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ രാജ്യമെങ്ങും റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. 76ാം റിപ്പബ്ലിക് ദിനമായ ഇന്ന് ജനുവരി 26, 2025 കർണാടകയിലെ കുടക് ജില്ലയുടെ സിദ്ധാപുരത്തിനടുത്ത് നെല്ലിയാവുതിക്കേരിയിൽ അറുസലം ഹയർ സെക്കൻഡറി മദ്രസയുടെ വിദ്യാർത്ഥികളും മുഅല്ലിമീങ്ങളും റിപ്പബ്ലിക് ഡേ ആചരിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത്, മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഇത്തരം സ്വരാജ്യ സ്നേഹത്തെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കണം. കുറിച്ചൊക്കെ പറഞ്ഞതിനും പ്രത്യേകിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരോടും ഗുഡ് ബൈ.